2025-26 അധ്യയന വർഷം സംസ്ഥാനത്തെ പോളിടെക്നിക് ഡിപ്ലോമ റെഗുലർ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ നൽകുവാനുള്ള അവസാന തീയതി നീട്ടിയിരിക്കുന്നു. നമുക്ക് വിശദാംശങ്ങൾ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെയും കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകൾക്ക് അതോടൊപ്പം ജോലി സംബന്ധമായ അറിയിപ്പുകൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്ത് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ശ്രദ്ധിക്കുക, സംസ്ഥാനത്തെ 2025-26 അധ്യയന വർഷം പോളിടെക്നിക് ഡിപ്ലോമ റെഗുലർ പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി ആപ്ലിക്കേഷൻ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ജൂൺ 16 വരെ നീട്ടിയിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾക്കും ആപ്ലിക്കേഷൻ സമർപ്പിക്കുവാനും വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. വെബ്സൈറ്റ് മുഖേന ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഫീസ് അടയ്ക്കേണ്ടതാണ്. ശ്രദ്ധിക്കുക, ജനറൽ കാറ്റഗറിക്ക് 200 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 100 രൂപയുമായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ പൂർത്തീകരിക്കാൻ സാധിക്കും. ഒരു വിദ്യാർത്ഥിക്ക് 30 ഓപ്ഷനുകൾ വരെ നൽകുവാൻ അവസരമുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. polyadmission.org എന്ന വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രോസ്പെക്ടസ് മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാണ്. വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് അതോടൊപ്പം മറ്റ് വിശദാംശങ്ങൾ എന്നിവ നമ്മുടെ വെബ്സൈറ്റിൽ ചേർക്കുന്നു. അവിടേക്കുള്ള ലിങ്ക് ഡിസ്കഷൻ ബോക്സിലും ചേർക്കുകയാണ്. ശ്രദ്ധിക്കുക, സംസ്ഥാനത്തെ 2025-26 അധ്യയന വർഷം പോളിടെക്നിക് ഡിപ്ലോമ റെഗുലർ പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട അവസാന തീയതി 2025 ജൂൺ 16 വരെ നീട്ടിയിരിക്കുന്നു. ഇനിയും ആപ്ലിക്കേഷൻ നൽകാത്തവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ കൂടുതൽ അപ്ഡേറ്റുകൾക്കും ജോലി സംബന്ധമായ അറിയിപ്പുകൾക്കും നമുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. എല്ലാ ലിങ്കുകളും നമ്മുടെ ഡിസ്കഷൻ ബോക്സിൽ ചേർക്കുന്നു. അതുകൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി.